ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വെളുപ്പിനെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. വെളുപ്പിനെ എന്ന് പറഞ്ഞാൽ ഒരു 4 മണിക്കൊക്കെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ചു. കണ്ടോ, വെട്ടമൊന്നും വീണിട്ടില്ല. വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം ഓടി അടുക്കളയിലോട്ട് കയറി കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. കോവയ്ക്ക മെഴുക്കുവരട്ടി, ചമ്മന്തി, ചപ്പാത്തി, പിന്നെന്താണ്, ചോറ് വെച്ചു, പിന്നെ അച്ചാറുണ്ട്. ഞങ്ങൾ പഴനിക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഇലയൊക്കെ വാട്ടിയിട്ടുണ്ട്. ഇലയൊക്കെ വാട്ടി ചോറൊക്കെ എടുത്തു. ചപ്പാത്തി രാത്രി കഴിക്കാനാണ്. രാവിലെ കഴിക്കാനുള്ള ഇഡ്ഡലിയും ചമ്മന്തിപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് വഴിയേ വീഡിയോയിൽ കാണാം കേട്ടോ. ഞാൻ രാവിലെ തിരക്ക് പിടിച്ച് ഇറങ്ങേണ്ടത് കൊണ്ട് ഞാൻ രാവിലത്തെ പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും, ഫുഡ് എടുക്കുന്ന ആ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇനി അങ്ങോട്ട് ഞങ്ങൾ കഴിക്കുന്നതും എല്ലാ വീഡിയോസും ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. കണ്ണൻകുട്ടൻ ഓർമ്മ വെച്ചിട്ട്, കാരണം എന്താണെന്ന് വെച്ചാൽ അവന് 2 വയസ്സ് 3 വയസ്സ് ആ ഒരു ടൈമിലൊക്കെയാണ് അവൻ പോയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 3 വയസ്സും 4 വയസ്സും ആണെന്ന് തോന്നുന്നു പോയിരിക്കുന്നത്. അവന് പക്ഷേ കഴിഞ്ഞ വർഷം പോയതൊന്നും അത്ര ഓർമ്മയില്ല കേട്ടോ. കുഞ്ഞല്ലേ, കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയില്ല കേട്ടോ. ഞങ്ങൾക്ക് ഓണം ഇല്ലായിരുന്നു. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ കാരണം ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ പഴനിക്ക് പോയില്ല. ഇത്തവണയാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പം അടുപ്പിച്ച് കണ്ണൻകുട്ടൻ ജനിച്ചിട്ട് 3ാമത്തെ തവണയാണ് പോകുന്നത്. പൊന്നുകുട്ടീനെ മുടി കളയാൻ പോയിട്ട് പിന്നെ കണ്ണൻകുട്ടൻ ഉണ്ടായതിന് ശേഷമാണ് കേട്ടോ പോകുന്നത്. കണ്ണൻകുട്ടൻ 3ാമത്തെ തവണ മുടി കളയാനായിട്ട് പോവുകയാണ്. എനിക്ക് പഴനി പോയി കഴിഞ്ഞാൽ രാജേഷന് എന്തായാലും മുട്ടയടിക്കണം, കണ്ണൻകുട്ടനും മുട്ടയടിക്കണം കേട്ടോ. പിന്നെ പൊന്നുകുട്ടിയുടെ മുടിയൊക്കെ മുറിക്കുന്ന എല്ലാ വീഡിയോസും ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ ട്രെയിൻ വന്നു. ട്രെയിനിൽ കയറി. 7 മണിക്ക് എന്തോ ആയിരുന്നു കേട്ടോ ട്രെയിൻ. എനിക്ക് ട്രെയിനിൻ്റെ ടൈമും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. അതൊക്കെ രാജേഷനെ അറിയത്തുള്ളൂ. എന്തായാലും ഇത്തവണത്തെ പോക്ക് അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രെയിനൊക്കെ കയറി റെയിൽവേ സ്റ്റേഷനിൽ എറണാകുളത്തെത്തി. എറണാകുളത്തു നിന്ന് ഞങ്ങൾ അടുത്ത ട്രെയിൻ കയറി പാലക്കാട്. അപ്പോൾ എറണാകുളത്തു നിന്ന് അടുത്ത ട്രെയിനിലോട്ട് കയറിയല്ലോ നമ്മൾ. ആ ട്രെയിനിൽ പാലക്കാടോട്ടുള്ള ട്രെയിനിൽ കയറിയതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇഡലിയും ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. ചമ്മന്തിപ്പൊടി രാജേഷനുണ്ടാക്കിയാണ്. ചമ്മന്തിപ്പൊടി, അച്ചാർ, ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നത് രാജേഷനാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഈ ചമ്മന്തിപ്പൊടിയും അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ക്ഷമ വേണം. എനിക്ക് ആ പറഞ്ഞ സാധനം ഇല്ല, ഉള്ളത് പറയാമല്ലോ. എനിക്ക് ക്ഷമ വളരെ കുറവാണ്. അതുകൊണ്ട് വളരെ വൃത്തിയായിട്ട് ആളെന്തായാലും അതൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഞങ്ങൾ 4 പേരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം പാലക്കാടോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് നിന്ന് നമുക്ക് 4 മണിക്കാണ് പളനിയിലോട്ടുള്ള ട്രെയിൻ ഉള്ളത്. അപ്പം നമ്മൾ പാലക്കാട് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തി കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു പാലക്കാട് എന്നിട്ട്. സാരമില്ല, നമ്മൾ ചെന്ന് ഒന്ന് ബാത്റൂമിലൊക്കെ പോയി ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ പോയൊന്ന് പുറത്തൊക്കെ പോയൊന്ന് ചായയൊക്കെ കുടിച്ചൊക്കെ ഇരുന്നപ്പോഴത്തേക്കും 4 മണിയൊക്കെ ആയി. അധികം നമ്മളെ ബോറടിപ്പിച്ചില്ല എന്തായാലും ഇത്തവണ. കാരണം നമ്മൾ 1 മണിയൊക്കെ ആയപ്പോഴാണ് എറണാകുളത്തുനിന്ന് പാലക്കാട് എത്തിയത്. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമായി എനിക്ക് പഴനി പോകാനായിട്ട്. ഈ പഴനി പോകുന്ന പലരും ചോദിച്ചിട്ടുണ്ട്, എന്താ നിങ്ങൾ എല്ലാ കൊല്ലവും ഇങ്ങനെ പഴനിയിലൊക്കെ പോകുന്നത് എന്ന് ചോദിക്കും. എനിക്ക് എല്ലാ കൊല്ലവും മുരുകനെ കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. കാരണം ഈ പഴനിയിൽ പോകുന്നതിൽ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെയും രാകേഷൻ്റെയും ലൈഫിൽ കുറേ കാര്യങ്ങളുണ്ട് ഞങ്ങൾക്ക്. കാരണം അത് ഞാൻ വഴിയേ ഞാൻ പറയാൻ കേട്ടോ. അങ്ങനെ ഞങ്ങളിത് പാലക്കാട് വന്ന് ഞങ്ങളിത് ലഞ്ച് കഴിക്കുകയാണ്. നല്ല എണ്ണയായിരുന്നു കേട്ടോ. കോവയ്ക്ക മെഴുക്കുരുട്ടിയും ചമ്മന്തിയും അച്ചാറോ ഇല കണ്ടോ എൻ്റെ പൊന്നോ. ഇപ്പോഴും എനിക്കത് കാണുമ്പോൾ കൊതി വരും. എന്നാ ടേസ്റ്റായിരുന്നു, ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ അണ്ണൻ പറഞ്ഞു തരുമായിരുന്നു, രാവിലെ എനിക്ക് ഫുഡൊക്കെ ആവുമല്ലോ, ഇവർ സ്കൂളിലും അണ്ണൻ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ഇതുപോലെ ഇല വെട്ടി വെച്ചാൽ മതി, ഇതുപോലെ ഇരിക്കുമെന്ന് കേട്ടോ. എണ്ണ ഉണ്ടായിരുന്നു അത്യാവശ്യം. എനിക്കൊന്ന് മെഴുക്കുരട്ടിയൊക്കെ അല്ലായിരുന്നോ. പിന്നെ തേങ്ങ ചമ്മന്തിയും അച്ചാറും ഒക്കെ കൂടെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം എണ്ണ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. എന്ത് ടേസ്റ്റായിരുന്നു. നമ്മൾ ഈ പൊതിഞ്ഞ ഇലയിലുള്ള ചോറ് കഴിക്കാൻ പ്രത്യേക രുചിയാണെന്ന് പലരും പറയത്തില്ലേ. അത് വളരെ സത്യമാണ്. ഞാൻ അങ്ങനെ കഴിക്കാറില്ല. വല്ലപ്പോഴൊക്കെ നമ്മൾ ഇതുപോലൊക്കെ പോകുമ്പോഴല്ലേ കഴിക്കുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ദേ പൊന്നുകുട്ടിക്കും കണ്ണൻകുട്ടനും ഒരു കളിക്കുടുക്കയും ബാലരമയൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. പൊന്നുകുട്ടി അധികം ഫോൺ യൂസ് ചെയ്യാത്ത ഒരാളാണ്. പൊന്നുകുട്ടി അങ്ങനെ ഫോൺ വേണമെന്നൊന്നും അങ്ങനെ പറയാറില്ല. പക്ഷെ കണ്ണൻകുട്ടൻ ഇടയ്ക്ക് ഒരു വീഡിയോ കാണാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിം കളിക്കാനൊക്കെ ഞങ്ങളോട് സോപ്പിട്ട് മേടിക്കും. പക്ഷെ പൊന്നുകുട്ടിക്ക് കൂടുതൽ റീഡിങ്ങിൻ്റെ സ്വഭാവമാണ്. പുസ്തകം വായിച്ചിരിക്കാൻ ഒരുപാട്
ഒരുപാട് ഇഷ്ടമുള്ളൊരു കുട്ടിയായതുകൊണ്ട് നമ്മളിതുപോലൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോഴൊക്കെ പുസ്തകം ഇരുന്ന് വായിക്കും. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും, ബാലരമ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പം പല ഉണ്ടല്ലോ ഓരോ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ആളതും വായിച്ച് ട്രെയിനിലൊക്കെ അങ്ങ് ഇരുന്നോളും കേട്ടോ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങളൊരു 3 മണിയൊക്കെ കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിച്ച് ട്രെയിൻ വരേണ്ട ഒരു സമയത്തിന് മുമ്പായിട്ടൊന്ന് പുറത്ത് പോയി ഒരു ചായയും ഒരു കട്ട്ലേറ്റ് അല്ല സമൂസയും പിന്നെ പൊന്നുകുട്ടിക്ക് ലൈം ജ്യൂസ്, കണ്ണൻകുട്ടിന് ലൈം ജ്യൂസൊന്നും പറ്റത്തില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ഒന്നുമില്ല, പിന്നെ ഞങ്ങളൊരു മായുടെ ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു. പേടിയാണ് അതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ, എന്നാലും അത് വാങ്ങിച്ചു കൊടുത്തു. ഡേറ്റൊക്കെ നോക്കിയിട്ടൊക്കെയാണ് വാങ്ങിച്ചു കൊടുത്തത്. അങ്ങനെ ഞങ്ങളിതേ പാലക്കാട് റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ളൊരു ബേക്കറി വന്നാണ് കേട്ടോ ഞങ്ങൾ ഇതുപോലെ എന്തെങ്കിലും എല്ലാ കൊല്ലവും കഴിക്കുന്നത്. അങ്ങനത്തെ 2 പേരും ട്രെയിനിനകത്ത് കയറിയിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ അവിടെ കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ ആ ട്രെയിനിൻ്റെ അവിടെ ഇരുന്ന് തന്നെയാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. പളനിയിലോട്ടുള്ള ട്രെയിൻ അവിടെ കിടപ്പുണ്ട്. അങ്ങനെ അതിൻ്റെ ടൈമൊക്കെ ആയപ്പോൾ അവർ ഡോറൊക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ ഭയങ്കര മഴയെന്ന് വെച്ചാൽ എൻ്റെ നെഞ്ച് കിടന്ന് പെട്ടപ്പെട്ടാന്ന് ഇടിക്കുന്നു. അയ്യോ മഴയാണ്, അതിന് പളനി ചെല്ലുമ്പോൾ എന്ത് ചെയ്യും എൻ്റെ ഈശ്വര, ഞാൻ വിളിക്കാത്ത ദൈവമില്ല. ഞാൻ ആകെ സങ്കടമായിപ്പോയോ, പോകുന്ന വഴിയൊക്കെ ഇനി മഴയായിരിക്കുമോ എന്നൊക്കെ ഓർത്ത്. കാരണം കേരളത്തിൽ അത്രയും മഴ, നമ്മുടെ ഇവിടെ നാട്ടിൽ മഴയൊന്നും ഇല്ല. അങ്ങോട്ട് പാലക്കാട് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ. അങ്ങനത്തെ 2 പേരും കൂടെ എന്തൊക്കെയോ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടും മുട്ടും കളിയൊക്കെയാണ് കേട്ടോ. അങ്ങനെ പാലക്കാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല രസമാണ് കേട്ടോ സ്ഥലം കാണാൻ. പോയവർക്കറിയാം ഇത് കണക്ക് കോണിൻ്റെയൊക്കെ കൃഷിയും തക്കാളി കൃഷി, ഒരുപാട് കൃഷി, തെങ്ങ്, പിന്നെ വിൻഡ് മില്ല്. നല്ല രസമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് എത്രമാത്രം പറഞ്ഞാലും മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഈ പാലക്കാട് നിന്ന് പിന്നെ പളനിയിലോട്ടുള്ള ഒരു റൂട്ട്. പോകുമ്പം പോയവർക്ക് അറിയായിരിക്കും പോപ്കോൺ കൃഷി, വിൻഡ് മില്ല്, അങ്ങനെ പലതുണ്ട്. അപ്പോൾ ഈ പഴനിയുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞില്ലേ എനിക്കും രാകേഷനും. ഞങ്ങൾ കല്യാണത്തിന് മുൻപ്, ഞങ്ങൾ സ്നേഹിക്കുന്നതിന് മുൻപ് ഞങ്ങൾ പളനി പോയിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ അങ്ങനെ മിണ്ടത്തൊന്നുമില്ലായിരുന്നു. മിണ്ടാതെ 2 പേരങ്ങനെ നടന്ന്, നമ്മളെ ഫാമിലീസ് രണ്ടും ഒരു ഫാമിലി ആയതുകൊണ്ട്, കാരണം എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മോനാണ് രാകേഷണ്ണൻ, ഞങ്ങൾ മുറച്ചിറക്കൻ്റെ മുറപ്പെണ്ണുമാണ്. അപ്പോൾ അങ്ങനെ അവർ പോകുമ്പം ഞങ്ങളും പോവും. അങ്ങനെ ഒരു മിണ്ടാട്ടമില്ലാതെ ഞങ്ങൾ നടന്ന് കയറിയ ഒരു വർഷമുണ്ട്. പിറ്റേ വർഷം ഞങ്ങൾ സ്നേഹിച്ച് ഒരു ഇഷ്ടത്തിലൊക്കെ ആയ ഒരു വർഷം. ആ വർഷം ഞങ്ങൾ പോയി. കല്യാണത്തിന് മുൻപ് 2 പ്രാവശ്യം പോയി, കല്യാണം കഴിഞ്ഞും പോകാൻ സാധിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് പളനിയിൽ പല സ്ഥലങ്ങളും ഭയങ്കര ഇതാണ്, ഒരു നൊസ്റ്റുമാണ് എനിക്കെൻ്റെ ആയേഷനും. അങ്ങനെ ഞങ്ങൾ പളനിയിലെത്തിയിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങിയിട്ട് ഓട്ടോ വിളിച്ചു കേട്ടോ. റെയിൽവേ സ്റ്റേഷനകത്തുനിന്ന് പലരും വന്ന് പറയും ഓട്ടോ ഉണ്ട്, കുതിര വണ്ടിയുണ്ട്, മറ്റേതുണ്ട്, മറിച്ചുണ്ട്. നമ്മൾ ആരിലെയും ഒന്നിലും ചെല്ലരുത്. നമ്മൾ റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഓട്ടോ വിളിക്കാവുള്ളൂ. എന്നിട്ട് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ദണ്ഡപാണി നിലയം കേട്ടോ, ദണ്ഡപാണി നിലയം എന്ന് പറയുന്ന ഇതിലോട്ട് റൂം എടുക്കാനായിട്ട് അങ്ങോട്ട് വിടാൻ പറയണം കേട്ടോ. റൂം ഗവൺമെൻറ്റിൻ്റെയാണ്. ഇവർ ഓട്ടോക്കാർ പലയിടത്തും കൊണ്ടുപോയി നമ്മളെ പറ്റിക്കും കേട്ടോ. നമ്മൾ അതുകൊണ്ട് കയറുന്നതിന് മുമ്പ് പൈസയും അവരോട് പറയണം, എത്ര രൂപയാണ് ചാർജ് എന്നും. പിന്നെ നമ്മൾ ഇതുപോലെ ഗവൺമെൻറ്റിൻ്റെ റൂമിൽ പോകുന്നതായിരിക്കും ബെറ്റർ. നല്ല റൂമാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ബാത്റൂം അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പുറത്തും ഇപ്പുറത്ത് കുളിക്കാനും ഉണ്ട്, ടോയ്ലറ്റും ഉണ്ട്. ആ രീതിയിലാണ് കണ്ടത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നമ്മളെപ്പോലുള്ള ഫാമിലീസിനൊക്കെ താമസിക്കാൻ പറ്റിയ അത്യാവശ്യം നല്ലൊരു റൂമാണ് കേട്ടോ. കുഴപ്പമില്ല. 2 കട്ടിലുണ്ട്. ഇത് ഞങ്ങൾ അടുപ്പിച്ചിട്ടിട്ട് അങ്ങ് കിടന്നത് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഫാനുണ്ട്. കണ്ടോ നല്ല ഭംഗിയില്ലേ. നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ലൊരു ഹോട്ടൽ അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ആയതുകൊണ്ട് ഇങ്ങനെ റൂമുണ്ട്. മിക്ക ആളുകളും അവിടെ വന്നാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ, ഇത്തവണ പളനിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. മാറ്റങ്ങളിൽ എനിക്ക് ഏറ്റവും സങ്കടമായൊരു മാറ്റം എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതൊരു ഭയങ്കര സങ്കടമായിപ്പോയി കേട്ടോ. കാരണം മേളിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കണ്ടേ, പല ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. നല്ല വ്യൂ അല്ലേ മേളിൽ നിന്ന്, ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ അവിടെ ഫോട്ടോഗ്രാഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും. പിന്നെ കച്ചവടക്കാരൊന്നുമില്ല. നോക്കിക്കേ നമ്മുടെ അടിവാരത്തിൻ്റെ അവസ്ഥ. അടിവാരം നോക്കിക്കേ, ആരുമില്ല, കച്ചവടക്കാരും സൈഡിലൊരു 2-3 കടകളുണ്ട്, കളിപ്പാട്ടത്തിൻ്റെയും പിന്നെ എന്തോ സ്നാക്സ് വിൽക്കുന്നതും. അല്ലാതെ കടകളും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നേരെ നമ്മുടെ റൂമിൽ നിന്ന് നേരെ വരിക, അടിവാരത്ത് വന്ന് മേളിലോട്ട്, അടിവാരം വഴി മേളിലോട്ട് കയറ്റുന്നില്ലായിരുന്നു, ഇപ്പുറത്ത് വേറൊരു എൻട്രൻസ് വഴിയായിരുന്നു മേളിലോട്ട് കയറ്റുന്നത്. കാരണം മൊബൈൽ ഫോൺ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്.
നമ്മളെ ഗേൾസും ഉണ്ട്, പെണ്ണുങ്ങളുണ്ട് അവിടെ, നമ്മുടെ പെണ്ണുങ്ങളെ സെർച്ച് ചെയ്യാനായിട്ട്. ആണുങ്ങൾക്ക് ആണുങ്ങളും ഉണ്ട്, മൊബൈൽ ഫോൺ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് കയറ്റിവിടത്തുള്ളത്. ഇതെന്താ സംഭവം എന്നറിയാമോ? ഒരു വണ്ടി പോകുന്നത്, ഇപ്പോൾ കുതിരവണ്ടി ഓട്ടോറിക്ഷയും കാര്യങ്ങളൊന്നും ഇതുവഴി കിടത്തി വിടത്തില്ല. ഫ്രീ സർവീസ്, ഗവൺമെൻറ്റിൻ്റെ ഫ്രീ സർവീസിൻ്റെ വണ്ടിയുണ്ട്. നമ്മൾ എവിടെയാണോ റൂം എടുക്കുന്നത് അവിടുന്ന് ആ വണ്ടിയിൽ കയറി നമുക്ക് അടിവാരത്ത് വരാം. അല്ലെങ്കിൽ നമ്മുടെ മേളിലോട്ട് പോകുന്ന ട്രെയിൻ ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ചുകൂടെ അങ്ങ് നടക്കണം. കാല് വയ്യാത്ത ആൾക്കാരുണ്ടെങ്കിലൊക്കെ അതിനകത്ത് കയറിപ്പോകാം. ഞങ്ങളത് എടുത്തില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ദണ്ഡപാണി നിലയമെന്ന് പറയുന്നത് നമ്മുടെ ഈ അടിവാരമായിട്ട് അടുത്തടുത്തായതുകൊണ്ട് ഞങ്ങൾ ആ വണ്ടി എടുത്തില്ല. ഇനി അടുത്ത വർഷം പോകുമ്പോൾ ഈ വണ്ടിയിലൊന്ന് കയറി ഒന്ന് ചുറ്റണമെന്നുണ്ട് കേട്ടോ. അവിടെ നമുക്കൊന്ന് ചുറ്റുമൊക്കെ ചെയ്യണമെങ്കിൽ ആ വണ്ടിയെ കയറി നമുക്ക് പോകാം കേട്ടോ. ഫ്രീ സർവീസാണ്. പിന്നെ ഇറങ്ങാൻ നേരം ആകുമ്പോഴത്തേക്കും അവരെന്തെങ്കിലും പൈസ തരാൻ ചോദിക്കും കേട്ടോ. ഇവിടെ ഉള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും ഏതിനും പൈസ ചോദിക്കും. 20 രൂപ കൊടുത്താൽ മതിയായിരിക്കും അവർക്ക്. പക്ഷെ അതൊരു വലിയൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്തിനും ഏതിനും കൈ നീട്ടും, അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ പളനിയിൽ ആ ഒരു തമിഴ് ആൾക്കാർ. പിന്നെ ഞാൻ കൊഞ്ച തമിഴൊക്കെ പേശിയാട്ടോ നടന്നിരുന്നത്. ചില ആളുകളൊക്കെ തമിഴിൽ കച്ചവടക്കാരോടൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ പോതും കൊഞ്ചം അങ്ങനെ എനിക്കറിയാവുന്ന കുറച്ച് തമിഴും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റായിട്ടാണ് ഞാൻ നടന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇത്തവണ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കാരണം നമ്മൾ പഠിച്ചു, പളനി എന്താണെന്ന് പഠിച്ചു. 2-3 വർഷം ഇപ്പം ഞങ്ങൾ ഒറ്റയ്ക്ക് പോയി നിങ്ങൾക്ക് പളനി എന്താണെന്ന് ഇപ്പം അറിയാം. പോകും വരവും എല്ലാം അറിയാം. പിന്നെ നല്ല ദർശനം കിട്ടി. അയ്യോ, അതിൽ വലിയ സന്തോഷമില്ല. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ, ദർശനം കിട്ടിയതിൻ്റെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ മുട്ടയടിക്കാനായിട്ട് വരുവാണ്. ഗവൺമെൻറ്റിൻ്റെ മുട്ടയടിക്കുന്ന സെൻറ്ററുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാം. ഇപ്പം പോയി ഇതൊക്കെ എവിടെ, ആദ്യമൊക്കെ ഞങ്ങൾ തപ്പിത്തടഞ്ഞൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് പോയി ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുട്ടയടിക്കുന്ന സ്ഥലം അറിയാം. ഗവൺമെൻറ്റിൻ്റെ മുട്ടയടിക്കുന്ന സ്ഥലം ഫ്രീ ആണെന്ന് പറഞ്ഞാൽ ഈ മുടി വടിക്കുന്നവർക്ക് പ്രത്യേകം പൈസ കൊടുക്കണം കേട്ടോ. അത് 100 കൊടുത്താൽ പോരാ. ചിലർ പറയും ഇച്ചിരിയും കൊടുത്താൽ ഇച്ചിരിയും കൂടി ഇത് പോരാന്നൊക്കെ പറയും കേട്ടോ. കുറച്ചുകൂടി താന്നൊക്കെ പറയും. പിന്നെ പൊന്നുകുട്ടിയുടെ മുടി മുറിച്ചപ്പോഴത്തേക്കും പ്രത്യേകം പൈസയൊക്കെ ചോദിച്ചു കേട്ടോ. അത് എല്ലാവരോടും അങ്ങനെ തന്നെ, നമ്മളോട് മാത്രമല്ല കേട്ടോ. ഫ്രീ ആണെന്ന് പറഞ്ഞാൽ ഈ മുടി വടിക്കുന്നതിന് അവർക്ക് പ്രത്യേകം പൈസ നമ്മൾ ദക്ഷിണ കൊടുക്കുക എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ദക്ഷിണയൊന്നുമല്ല. ദക്ഷിണയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പൈസ കൊടുത്താൽ പോരെ. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ കുറച്ച് പൈസ കൊടുക്കണം അവർക്ക്. അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ഒരുമാതിരിയാണ്. അങ്ങനെ രാകേഷനും മുട്ടയടിച്ചു, കണ്ണൻകുട്ടനും മുട്ടയടിച്ചു. കണ്ണൻകുട്ടനും മുട്ടയടിക്കാനൊന്നും വിഷമമോ സങ്കടമോ ഒന്നുമില്ല, ഇഷ്ടമാണ് ഒന്നുമില്ല. അങ്ങനെ മുട്ടയൊക്കെ അടിച്ചതിന് ശേഷം ഞങ്ങളിനി റൂമിൽ പോയി കിടന്നുറങ്ങും. എന്നിട്ട് നാളെ രാവിലെയാണ് ഞങ്ങൾ പോയതിൻ്റെ പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ മേളിലോട്ട് കയറുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ബായ്.